നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തിന്റെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ആർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് അത് ആദ്യം നമ്മൾ അറിയണം അല്ലേ. അപ്പൊ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, ഇതൊക്കെ കൊണ്ടുള്ള കാര്യങ്ങളും, പിന്നെ പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, പിന്നെ പ്രശസ്തമായിട്ടുള്ള വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, ഇതൊക്കെയാണ് നമുക്ക് ആർട്സ് എന്ന ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കറണ്ട് അഫയേഴ്സ് വന്നാലും നമ്മൾ ആർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പൊ ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പം കൾച്ചറിനകത്ത് എന്തൊക്കെ വരും എന്ന് നോക്കാം. കൾച്ചറിൽ നമ്മൾ പ്രധാനപ്പെട്ട ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായിട്ടുള്ള ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകന്മാർ, നമ്മുടെ റിനേസൻസ് ലീഡേഴ്സും അവരുടെ സംഭാവനകളും. അപ്പൊ ഇതൊക്കെ GK ഭാഗമാണ്. എന്നാലും ഇതിനകത്ത് വരുന്ന ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കറണ്ട് അഫയേഴ്സ് വരാം, ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് കറണ്ട് അഫയേഴ്സ് വരാം. അതുപോലെ തന്നെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും, സാംസ്കാരിക കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും, ആലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും, നമ്മുടെ റിനേസൻസ് ലീഡേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് കയറി വരാം. അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒറ്റ ക്ലാസ് കൊണ്ടല്ല, ഇനി വരുന്ന ഈ പറയുന്ന ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഈ പറയുന്ന ടോപ്പിക്കിൽ ഉൾപ്പെട്ട ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗവും കൂടെ പഠിക്കാനുണ്ട്. ഏതാണ്? സാഹിത്യം, ലിറ്ററേച്ചർ. അപ്പൊ ലിറ്ററേച്ചറിനകത്ത് ഏതൊക്കെ വരുന്നത്? മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ആദ്യ കൃതികളൊക്കെ എന്താണ്? GKയിൽ വരുന്നതാണ്. GK വരുന്നതാണ്. ഇത് കറണ്ട് അഫയേഴ്സ് വരില്ല. പക്ഷെ ഒരു കാര്യം വരും, ഇതിന്റെ 100ാം വാർഷികവും 50ാം വാർഷികം, 25ാം വാർഷികം, അതൊക്കെ ആഘോഷിക്കുന്നത് ഏതിൽ വരും? കറണ്ട് അഫയേഴ്സ് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറണ്ട് അഫയേഴ്സിൽ പഠിക്കും. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കും. അത് കഴിഞ്ഞ് ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും, അത് നമുക്ക് ഏതെങ്കിലും വ്യക്തികൾ മരണപ്പെട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ്സ് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ഈ പറയുന്ന ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി എഴുത്തുകാരും, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ, ഇതും ആരെങ്കിലും അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പഠിക്കുന്നത്. ഏതെങ്കിലും ഒബിച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് കയറി വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കഥാപാത്രങ്ങൾ, കൃതികൾ, അതും ഇതേ പറയുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ അന്തരിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കൃതികളും അതിലെ കഥാപാത്രങ്ങൾ ആവശ്യമെങ്കിൽ അതും നോക്കും. ഓക്കെ, ഇനി വരികൾ, എഴുത്തുകാർ, ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നെങ്കിലാണ് ഈ ഭാഗങ്ങൾക്കെല്ലാം കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത മലയാള പത്രത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവര്, ആനുകാലികങ്ങൾ. ഓക്കെ, അപ്പൊ ഈ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആനുകാലികങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സാഹിത്യത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് PSC എപ്പോഴും ചോദിക്കുന്ന അവാർഡ്സ് ആണ്. അവാർഡുകൾ പഠിക്കാനുണ്ട്, ബഹുമതികൾ പഠിക്കാനുണ്ട്, അതിന് അർഹമായിട്ടുള്ള എഴുത്തുകാർ, അവരുടെ കൃതികൾ, ഇതെല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സ് അവാർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലായിരിക്കും പഠിക്കുന്നത്, ഈ ടോപ്പിക്കിലല്ല. ഓക്കെ, ലിറ്ററേച്ചറിലായിരിക്കത്തില്ല പഠിക്കുന്നത്. അവാർഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് എടുക്കും, അതിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അതും നമ്മൾ ഈ പറഞ്ഞ അവാർഡ്സിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവനകൾ, മലയാള സിനിമയും ദേശീയ അവാർഡും, ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ആർട്സിനകത്ത് തന്നെയായിരിക്കും ഉൾപ്പെടുത്തുക. ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചറിനകത്തായിരിക്കും ഈ പറഞ്ഞ ഭാഗത്തെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് 62ാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി അല്ലെ. 62ാമത്തെ സ്കൂൾ കലോത്സവമാണ് ഇപ്പോൾ നടന്നത്. അത് എവിടെയാണ്? നമ്മുടെ കൊല്ലം ജില്ലയിൽ വെച്ചിട്ടാണ് നടന്നത്. 62ാമത്തെ കേരള സ്കൂൾ കലോത്സവം എവിടെയാണ് വേദി? കൊല്ലം ജില്ലയിലാണ്. അതിന് കിരീടം നേടിയത് അല്ലെങ്കിൽ അതിൽ വിജയിച്ചതാരാണ്? കണ്ണൂർ ജില്ലയാണ്. ഓക്കെ, അപ്പൊ കൊല്ലം ജില്ലയിൽ വെച്ച് നടന്നു, കണ്ണൂരാണ് വിജയിച്ചത്. എത്രാമത്തെ സ്കൂൾ കലോത്സവമാണ്? 62ാമത്തെ സ്കൂൾ കലോത്സവമാണ്. എത്രാമത്തെയാണ്? 62ാമത്തെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നേ 61ാമത്തെ നടന്നായിരുന്നു. അത് എവിടെ വെച്ചാണ് നടന്നത്? കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. അത്രയും മാത്രം നിങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റിയാണ്. അപ്പൊ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാമത്തെ
രക്തസാക്ഷിത്വ ദിനമാണ് നമ്മൾ ഈ വർഷം ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ? ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പത്രത്തിൽ ഒരു കട്ടിങ്സിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു പടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ താമസിച്ചിരുന്ന വീട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ് ആറാട്ടുപുഴയിലെ മംഗലം കല്ലിശ്ശേരി തറവാട്. ഇതാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. അപ്പം PSC എന്താണ് ഈ പറഞ്ഞ റിനൈസൻസ് ലീഡേഴ്സിന്റെയൊക്കെ വീട്ടുപേരുകളൊക്കെ ചോദിക്കാം. അപ്പം നമ്മുടെ പത്രത്തിൽ തന്നെ കിടപ്പുണ്ട് വീട്ടുപേര്, അത് നിങ്ങൾ മറന്നു പോകാതെ പഠിച്ചു വെച്ചേക്കുക. ഏതാണ്? ആറാട്ടുപുഴയിലെ മംഗലം കല്ലിശ്ശേരിയിൽ തറവാട്ടിലാണ് ആര് താമസിച്ചത്? നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ താമസിച്ചത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. എന്താണ്? അച്ചിപ്പുടവ സമരം, മുക്കൂത്തി സമരങ്ങളൊക്കെ നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അപ്പൊ എന്താണ് അച്ചിപ്പുടവ സമരം? എന്താണ്? സവർണ സ്ത്രീകൾ അച്ചിപ്പുടവ എടുത്ത് നടക്കുന്ന കണ്ടാൽ എന്താണ്? ഈ പറഞ്ഞ സവർണരായിട്ടുള്ള ആൾക്കാർ അത് വലിച്ചു കീറി അവരെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പം അതിനെതിരെ നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കുറെ ഈഴവ യുവതികളെ വിളിച്ചു വരുത്തി അവർക്ക് അച്ചിപ്പുടവ മേടിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് പരേഡ് നടത്തിച്ചു. അത് ഉടുത്ത് പരേഡ് നടത്തി. അതാണ് ഈ അച്ചിപ്പുടവ സമരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? മുക്കൂത്തി സമരം എന്ന് പറയുന്നത്. അപ്പൊ മുക്കൂത്തി സമരം എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ മുക്കൂത്തി ധരിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് സവർണർ എന്ത് ചെയ്തു? അത് വലിച്ചു പറിച്ച് കളഞ്ഞു. അതിനെതിരെ എന്ത് ചെയ്തു? മുക്കൂത്തി ധരിച്ച ഈ സ്ത്രീകളെയും കൊണ്ട് പരേഡ് നടത്തി. അതാണ് മുക്കൂത്തി സമരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അല്ലെ? സവർണ സ്ത്രീകൾ ധരിക്കുന്ന കണങ്കാൽ വരെ എത്തുന്ന ഇരട്ട തുണിയാണ് അച്ചിപ്പുടവ എന്ന് പറയുന്നത്. ആ തുണി ധരിക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അധികാരം ഇല്ലായിരുന്നു. അപ്പം കായംകുളത്തിനടുത്ത് പന്നിയൂരിൽ അച്ചിപ്പുടവ ഉടുത്തു നടന്ന ഒരു ഈഴവ യുവതിയെ പുടവ സവർണർ വലിച്ചു കീറി. ഓക്കെ, അപ്പൊ ഈഴവ യുവതിയുടെ പുടവ നമ്മുടെ സവർണർ വലിച്ചു കീറി. പണിക്കർ ഏതാനും ഈഴവ യുവതികളെ അച്ചിപ്പുടവ ഉടുപ്പിച്ച് പന്നിയൂരിൽ പരേഡ് നയിച്ചു. അതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? അച്ചിപ്പുടവ സമരം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അച്ചിപ്പുടവ സമരം എവിടെയാണ് നടന്നത്? എവിടെയാണ്? കായംകുളമാണ് നടന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ റാങ്ക് ഫയലുകളിലെല്ലാം കായംകുളം കാണും. പക്ഷെ കായംകുളത്തിൽ എവിടെയാണ്? കായംകുളത്ത് പന്നിയൂരിലാണ് നടന്നത്. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അച്ചിപ്പുടവ സമരം നടന്നത് എവിടെയാണ്? കായംകുളത്ത് പന്നിയൂരിലാണ്. ഓക്കെ, പന്നിയൂരിൽ പരേഡ് നടത്തി. ഓക്കെ അല്ലേ? അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാമത്തെ ചരമദിനം അല്ലെങ്കിൽ രക്തസാക്ഷിത്വ ദിനമാണ് നമ്മൾ ഈ വർഷം ആചരിക്കുന്നത്. അപ്പൊ എന്നായിരിക്കും അദ്ദേഹം അന്തരിച്ചത്? 1874 1874 ജനുവരിയിലാണ് അദ്ദേഹം അന്തരിച്ചത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ജനിച്ചതെന്നാണ് 1825 1825 ജനിച്ച് 1874 അന്തരിച്ചു. ഓക്കെ, അപ്പൊ ആ ഡേറ്റും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത എന്താണ്? താൻ സ്ഥാപിച്ച മംഗലം ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ താഴ്ന്ന ജാതിക്കാരായ കുട്ടികളെ കഥകളി പരിശീലിപ്പിക്കാനായിട്ട് പണിക്കർ കഥകളി വിദ്വാനും തൻ്റെ കൂട്ടുകാരനുമായിട്ടുള്ള അമ്പലപ്പുഴ മാധവക്കുറുപ്പിനെ ക്ഷണിച്ചു. അപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് കഥകളി പരിശീലിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എന്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഒരു സംരംഭം കൊണ്ടുവന്നു. അപ്പം അതിൽ ആരെയാണ് ക്ഷണിച്ചത്? ആരാണ്? പഠിച്ചു വെച്ചേക്കുക, അമ്പലപ്പുഴ മാധവക്കുറുപ്പിനെയാണ്. നമ്മുടെ കേരള റിനൈസൻസിന്റെ ഭാഗമായിട്ട് ഈ പോയിന്റ്സ് ഒക്കെ വരാം. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത എന്താണ്? അടുത്തത് മുക്കൂത്തി സമരമാണ്. മുക്കൂത്തി സമരം. അപ്പൊ മുക്കൂത്തി സമരം നയിച്ചതും ആരാണ്? നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് മുക്കൂത്തി സമരവും നയിച്ചത്. ഇത് എവിടെയാണ് നടന്നത്? പന്തളത്താണ്. ഓക്കെ, പന്തളത്താണ്. അപ്പൊ അച്ചിപ്പുടവ സമരം എവിടെയാണ് നടന്നത്? കായംകുളത്ത് പന്നിയൂരിലാണ്. മുക്കൂത്തി സമരം നടന്നത് എവിടെയാണ്? പന്തളത്താണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പന്ത് പോലത്തെ മുക്കൂത്തി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ പന്തളത്തെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മുക്കൂത്തി സമരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എവിടെ വെച്ചാണെന്ന് കൂടെ പഠിച്ചു വെച്ചേക്കുക. എവിടെയാണ്? പന്തളമാണ്. ഓക്കെ, അടുത്ത നമ്മൾ ആർട്സ് ആൻഡ് കൾച്ചർ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് സിനിമ നമ്മൾ ഉൾപ്പെടുത്തിയായിരുന്നു അല്ലേ? സിനിമയിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഈ പറയുന്ന ടോപ്പിക്കിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? ദബാരി ക്യൂരുവി. ഏതാണ്? ദബാരി ക്യൂരുവി. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ദബാരി ക്യൂരുവി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കുക. ഇത് ആരാ സംവിധാനം ചെയ്തത്? പ്രിയ നന്ദനൻ. ആരാണ്?
പ്രിയ നന്ദനനാണ് ഇത് സംവിധാനം ചെയ്തത്. ഇതിന്റെ ഭാഷയും കൂടെ പഠിച്ചു വെച്ചേക്കുക, ഇരുള ഭാഷ. ഏതാണ്? ഇരുള ഭാഷയിലാണ് ആദിവാസി സിനിമയായിട്ടുള്ള ദബാരി ക്യൂരവി എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ഫിലിമിനകത്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് ആണ്, ഫിലിമിനകത്ത് വരുന്നതാണ്, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥ. എന്താണ്? നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. എന്താണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആണ് നമ്മുടെ നരവനയുടെ ആത്മകഥ എന്ന് പറയുന്നത്. ഭയങ്കര വിവാദമായിട്ടുള്ളതാണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പം മനോജ് മുകുന്ദ് നരവനയുടെ ആത്മകഥ ഏതാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആണ്. ഓക്കെ, അപ്പം ഇതെന്തുകൊണ്ട് ഇതിൽ വന്നു എന്ന് ചോദിച്ചാൽ ബുക്സ് ആൻഡ് ഓതേഴ്സ് ഇതിൽ വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബുക്സുകൾ. അപ്പം നമ്മൾ ബുക്സുകളും ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തും. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ശശി തരൂരിന്റെ ബുക്കാണ്. എന്താണ്? വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ്. എന്താണ്? വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് ആരുടെ കൃതിയാണ് അല്ലെങ്കിൽ ആരുടെ ബുക്കാണെന്ന് വെച്ചാൽ ആരുടെയാണ്? ശശി തരൂരിന്റെ ആണ്. അപ്പൊ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെയാണ്? നരവനയുടെയാണ്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് ആരുടെയാണ്? ശശി തരൂരിന്റെ ആണ്. ഈ 2 ബുക്കുകളും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സുഷ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? നളിന ഗാന്ധി. അപ്പൊ നളിന ഗാന്ധി എന്ന് പറയുന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയത്? ആരുടെയാണ്? ടി പത്മനാഭൻ. ആരാണ്? ടി പത്മനാഭൻ. അപ്പൊ ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി നളിന ഗാന്ധി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? സുഷ്മേഷ് ചന്ദ്രോത്ത്. ആരാണ്? സുഷ്മേഷ് ചന്ദ്രോത്ത്. അതും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെ ആത്മകഥയാണ്? പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. അപ്പൊ നമുക്ക് പശ്ചിമഘട്ടം എന്ന് കിട്ടുമ്പോൾ തന്നെ ഒന്നുകിൽ ഗാഡ്ഗിലിനെ ഓർമ്മ വരും അല്ലേ? ഉറപ്പായിട്ടും ഗാഡ്ഗിലിന് ഓർമ്മ വരും. അദ്ദേഹത്തിന്റെ തന്നെ ആത്മകഥയാണ്, മാധവ് ഗാഡ്ഗിന്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ഓക്കെ, അടുത്ത എന്താണ്? 2024 ജനുവരിയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായിട്ടുള്ള വ്യക്തി ആരാണ്? ഉസ്താദ് റാഷിദ് ഖാൻ ആണ്. ആരാണ്? ഉസ്താദ് റാഷിദ് ഖാൻ. അപ്പൊ 2024 ജനുവരിയിൽ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ആരാണ്? ഉസ്താദ് റാഷിദ് ഖാൻ ആണ്. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടെ ആത്മകഥയാണ്? ഗാഡ്ഗിലിന്റെ ആത്മകഥയാണ്. നളിന ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? സുഷ്മേഷ് ചന്ദ്രോത്ത്. ആരുടെ ജീവിതമാണ്? ടി പത്മനാഭന്റെ ജീവിതമാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അയോധ്യ രാമക്ഷേത്രത്തെ പറ്റിയാണ്. ഇതിന്റെ ഒരു ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ക്ഷേത്രത്തെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഫാക്ട് എന്ന് പറയുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുന്നതിന്റെ കൂടെ എന്താണ്? ഒരു മെഴുക് മ്യൂസിയം വരുന്നുണ്ട് അല്ലേ? ആ മെഴുക് മ്യൂസിയം നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മെഴുക് മ്യൂസിയം ആരാണ്? കായംകുളം സ്വദേശിയായിട്ടുള്ള സുനിൽ കണ്ടല്ലൂരാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അയോധ്യ രാമക്ഷേത്രത്തിന്റെ കഥ പറയുന്ന അല്ലെങ്കിൽ അയോധ്യയുടെ കഥ പറയുന്ന മെഴുകു മ്യൂസിയം തയ്യാറാക്കുന്നത് ആരാണ്? കായംകുളം സ്വദേശിയായിട്ടുള്ള സുനിൽ കണ്ടല്ലൂരാണ്. ഓക്കെ, അടുത്ത 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ പ്രഖ്യാപിച്ചു അല്ലെ? അതിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കിട്ടിയത് നമ്മുടെ മികച്ച ചിത്രമായിട്ടുള്ള ഓപ്പൺഹൈമറിന്റെ ചിത്രമാണ്. അപ്പൊ എന്താണ്? മികച്ച സംവിധായകനെ കൂടെ പഠിച്ചു വെച്ചേക്കുക, ക്രിസ്റ്റഫർ നോളൻ. ഏതാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ് ഏറ്റവും മികച്ച സംവിധായകൻ. മികച്ച നടനെ പഠിച്ചു വെച്ചേക്കുക, കിലിയൻ മർഫി. ആരാണ്? കിലിയൻ മർഫി മികച്ച നടനാണ്. മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. അപ്പൊ ഗോൾഡൻ ഗ്ലോബ് 2024 മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ചാലയുടെ ഇന്നലകളും പള്ളിക്കൊണ്ടപുരവുമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ചാലയുടെ ഒരു ഹിസ്റ്ററി നമ്മുടെ ഒരു ആർട്ടിക്കിൾ ആയിട്ട് ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സുകൾ മാത്രം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് പഠിക്കാം. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ ഒരു ചരിത്രമാണ് പറഞ്ഞേക്കുന്നത് മൊത്തം. ഇതിൽ ആവശ്യമുള്ള പോയിന്റ്സ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ചാല കമ്പോളത്തെ പറ്റി പഠിക്കാനായിട്ടുള്ളത്? ഒന്നാമത് എന്താണ്? അനന്തപുര വർണ്ണന എന്ന് പറയുന്ന കൃതിയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്താണ്? അനന്തപുര വർണ്ണന എന്ന് പറയുന്ന കൃതിയിൽ
ചാലയെ പറ്റി ആണോ പറയുന്നത് എന്ന് സംശയമുണ്ട്. ഓക്കെ, സംശയമാണ് ഉള്ളത്. അനന്തപുര വർണ്ണന, ആ പേര് ഓർത്ത് വെച്ചേക്കുക, അനന്തപുര വർണ്ണന. അതുപോലെ തന്നെ മതിലകം രേഖകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം മതിലകം രേഖകൾ പ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങൾ ചാലക്കടയിൽ വിറ്റതായിട്ട് പറയുന്നുണ്ട്. അപ്പം മതിലകം രേഖകളിലും ഈ പറയുന്ന ചാലക്കമ്പോളത്തെ പറ്റി പറയുന്നുണ്ട്. അടുത്ത എന്താണ്? തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നെയാണ് ഈ പറയുന്ന മതിലകം രേഖകളൊക്കെ. ഓക്കെ, അപ്പൊ അതിനു മുന്നെയാണ് ഈ പറയുന്ന ചാലക്കമ്പോളം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ദിവാനായിരുന്ന രാജ കേശവദാസ് ആണ് ചാലക്കമ്പോളം നിർമ്മിച്ചതെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ചാലക്കമ്പോളം നിർമ്മിച്ചത് രാജ കേശവദാസ് ആണെന്നാണ് നമ്മൾ നമ്മുടെ റാങ്ക് ഫയലുകളിലും മറ്റുമൊക്കെ പഠിക്കുന്നത്. PSC ബുള്ളറ്റിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രാജ കേശവദാസ് ആണ് ചാലക്കമ്പോളം നിർമ്മിച്ചത്. അതിനു മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തത്? കൂടുതൽ സ്ഥലം മേടിച്ച് അത് വിപുലീകരിക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ചാലയിലെ കൊത്തുവാൾ തെരുവുണ്ട്. അപ്പൊ കൊത്തുവാൾ തെരുവ് എവിടെയാണുള്ളത്? ചാലയിലാണ് ഉള്ളത്. അന്ന് ഓർത്ത് വെച്ചേക്കുക. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്ഥാനപ്പേരാണ് കൊത്തുവാൾ. അന്നത്തെ കാലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരാണ് കൊത്തുവാൾ എന്ന് പറയുന്നത്. നഗരത്തിലെ കോട്ട സൂക്ഷിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് കൊത്തുവാൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? അനന്തപുര വർണ്ണനയിലും മതിലകം രേഖകളിലും ചാലയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? രാജ കേശവദാസ് ആണ് ചാലക്കമ്പോളം നിർമ്മിച്ചത്. അടുത്ത എന്താണ്? നമ്മളിപ്പം പറഞ്ഞത് കൊത്തുവാളിനെ പറ്റി പറഞ്ഞു. കൊത്തുവാൾ ആരാണ്? കൊത്തുവാള് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. കോട്ട സംരക്ഷിക്കാൻ അധികാരമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊത്തുവാള് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സാദി തിരുനാളിന്റെ ഇളയമ്മ ഗൗരി പാർവതി ബായി 1817 പാളയം ചന്ത ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിലും ഈ കൊത്തുവാളിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പൊ കൊത്തുവാളിനെ പറ്റി പരാമർശിക്കുന്നത് എവിടെയാണ്? പാളയം ചന്ത ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിലും പറയുന്നുണ്ട്. ഓക്കെ, ആ സമയത്തൊക്കെ ഈ ചാലക്കമ്പോളം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത എന്താണ്? ചാലയിൽ അല്ലെങ്കിലും തൈക്കാട് തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന മറ്റൊരു പോലീസ് പേരാണ് ടാണമുക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടാണാവ് എന്ന് പറയുന്നുണ്ട്. ടാണാവ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ പോലീസ് സ്റ്റേഷനുകളാണ്. എന്താണ്? ടാണാവ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ പോലീസ് സ്റ്റേഷനുകളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഈ പേര് വന്നത് എന്ന് നമുക്ക് നിഗമനത്തിലെത്താം. ഓക്കെ, അപ്പം ടാണാവിലെ ആ പോലീസുകാരെ എന്തെന്ന് പറയാം? ടാണ നായിക്, അതല്ലേ ടാണ നായിക് എന്ന് പറയാം. പോലീസ് സ്റ്റേഷനിലും ജയിലും ഒന്നിച്ചുള്ള സ്റ്റേഷനിൽ ടാണ നായിക് ആയിരുന്നു മേധാവി എന്ന് പറയും. നമ്മുടെ SIയുടെ ഒക്കെ സ്ഥാനമാണ്. അപ്പൊ എന്താണ്? ടാണ നായിക് എന്ന് പറഞ്ഞ ആരാണ്? പോലീസ് മേധാവിയാണ്. ടാണാവ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞ കൊത്തുവാൾ എന്താണ്? കൊത്തുവാൾ എന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊത്തുവാള്. അതൊന്ന് നോക്കി വെച്ചേക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, പത്രത്തിൽ വന്ന ഒന്നും നമുക്ക് കളയാൻ പറ്റൂല, അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ കൊത്തുവാൾ എന്ന് പറഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അടുത്ത എന്താ നമ്മൾ പറഞ്ഞത്? ചാലക്കമ്പോളം അല്ലെ? ചാലക്കമ്പോളം നിർമ്മിച്ചത് ആരാന്ന് പറയുന്നത്? രാജ കേശവദാസ് എന്നാണ് നമ്മുടെ PSC ബുള്ളറ്റിൻ അടക്കമുള്ള പുസ്തകങ്ങളിൽ പറയുന്നത്. അപ്പൊ രാജ കേശവദാസ് ആണ് ചാലക്കമ്പോളം നിർമ്മിച്ചത്. അപ്പൊ ചാല മുമ്പും ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? പുരാണ കൃതികൾ ഏതൊക്കെയാണ്? അനന്തപുര വർണ്ണനവും മതിലകം രേഖകളും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.